എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കാവുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങ ചിരകിയതും ശർക്കരപ്പാനിയുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇവയിലേക്ക് 2 ഏലക്ക പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവയൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി വറ്റി ഈ ഒരു പാകത്തിനാണ് ഫില്ലിങ് തയ്യാറായി കിട്ടേണ്ടത്. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മാവ് തയ്യാറാക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം. മാവ് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ആ സമയത്ത് 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് മാവ് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. വൃത്തിയാക്കിയിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തൂക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ഉരുള മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കണം. കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുക്കുന്ന സമയത്ത് മാവിൻ്റെ ഷേപ്പ് നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു പാത്രം എടുത്ത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പത്തിരിയുടെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ എല്ലാ മാവും പരത്തി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത മാവ് ഇതുപോലെ ഒന്നിൻ്റെ പുറത്ത് ഒന്നായി അടുക്കി വെച്ച് കൊടുക്കണം. അടുക്കി വെച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് നടുഭാഗത്ത് വെച്ച് കൊടുക്കണം. ഇതുപോലെ നീളത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇവ രണ്ടായി ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു അറ്റത്ത് നിന്ന് ചുരുട്ടിയെടുക്കണം. ചുരുട്ടിയെടുത്ത് കഴിയുമ്പോൾ റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ ഇത് കിട്ടും. ഒരെണ്ണം തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വാഴയില വെച്ച് കൊടുക്കണം. തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.